സംഗീത ചക്രവർത്തി അർജുനൻ മാഷിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ നാട്ടിൽ നിന്നും യേശുദാസിന്റെ സംഗീത വാസനകൾ ഒഴുകിയിറങ്ങുന്ന പള്ളുരുത്തിയിൽ നിന്നും ഹാസ്യ നർമ്മങ്ങൾ തുളുമ്പി 1990 ഉയർന്നു വന്ന ഒരു കലാപ്രതിഭ സാജൻ പള്ളുരുത്തി. സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമാ ലോകത്തിന്റെ പ്രിയങ്കരനായി. നർമ്മം തുളുമ്പുന്ന മുഹൂർത്തങ്ങൾ ഇടകലർത്തുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി. സാജൻ സർ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ശാശ്വതമായ ഒരു മതിപ്പ് അവശേഷിക്കുന്ന സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്യുന്നു. ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈവിധ്യമാർന്ന തരങ്ങളിൽ വ്യാപിക്കുന്നു. അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് സാജൻ സാറിനെ നല്ലൊരു കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കുറേ നാളും കൂടിയാണ് ഒരു പരിപാടി കാണാൻ ഫ്രണ്ടിലി വളരെ ആത്മാർത്ഥമായിട്ട് ഞാനിരുന്നത്. സാധാരണ വന്ന് പങ്കെടുത്ത് ഒന്നെങ്കിൽ ഞങ്ങൾ പോകുന്ന സമയങ്ങളിലായിരിക്കും പരിപാടികൾ പിന്നെ തുടങ്ങുന്നത്. അത് ശരിക്കും റിജു അച്ഛൻ എന്നെ പരിപാടി കാണാൻ വിളിച്ചതാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതാണ് എനിക്ക് വീട്ടിൽ പോകണമെന്ന്. കാര്യം എനിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റും ബസ്സും ഒക്കെ എന്നെ കാത്തു നിൽക്കില്ല, അവർ പോകും. അപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത്, അയ്യോ നിങ്ങൾ വന്നിരുന്നല്ലേ ഇവിടെ. അങ്ങനെ എൻ്റെ നിർബന്ധം കാരണമാണ് അച്ഛൻ ഇപ്പം എന്നെ ഓർമ്മിപ്പിച്ചത്. അച്ഛൻ എന്തുകൊണ്ട് മറന്നുപോയെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പരിപാടി ഗംഭീരമായിരുന്നു. ഓരോരുത്തരും അവതരിപ്പിച്ച പരിപാടി. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, പണ്ട് ബാംഗ്ലൂരിൽ ഒരു 10-18 കൊല്ലം മുമ്പ് ഇതേ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ. അന്ന് കുറേയധികം ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ആർക്കും ഇങ്ങോട്ട് വരേണ്ടി വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ മിടുക്കന്മാരും മെഡിക്കുകളും യൂത്തും എന്ന് വേണ്ട കാറ്റഗിസം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളും ചെറുതായിട്ടാണെങ്കിലും പാട്ടാണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം തികഞ്ഞ നല്ല മിടുക്കന്മാരും മെഡിക്കുകളും നല്ല സഹപ്രവർത്തകരുമായി മാറുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷം. അപ്പം അതിന് ഇനി പ്രത്യേകിച്ച് ഒരാളും കേരളത്തിൽ നിന്ന് ഇനി ഇതിങ്ങോട്ടേക്ക് വരണ്ട, ആ കഞ്ഞി കിട്ട വെള്ളം അവിടെ തന്നെ വെച്ചേക്ക് എന്ന് പറയുന്ന തരത്തിലേക്ക്. പക്ഷെ എങ്കിലും ഇടയ്ക്ക് ഒരാൾ വരണം. അത് നിങ്ങളൊരു പക്ഷേ സാമൂഹ്യ രംഗത്താകാം, സാംസ്കാരിക രംഗത്താകാം, നിറസാന്നിധ്യമാകാം. എന്താണെങ്കിലും എനിക്ക് കണ്ടത്രോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏറ്റവും നല്ല ഒരു പള്ളിപ്പെരുന്നാളിന് വേണ്ട, ഒരു ഇടവകക്ക് വേണ്ട എല്ലാ മിടുക്കന്മാരും ഊർജമോടെ പങ്കെടുക്കുന്ന, എല്ലാവരും സഹകരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കൊച്ചിയാണ്, പശ്ചിമ കൊച്ചിയാണ്. എൻ്റെ പ്രദേശം മുഴുവൻ എനിക്കറിയാം. പള്ളിപ്പെരുന്നാളും അമ്പല പരിപാടികളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്തരം പരിപാടികൾ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഓണം കഴിഞ്ഞു പോകുന്നു. ഓണം ആഘോഷിക്കാൻ വേണ്ടി നിന്നതാണ് ഞാനടക്കമുള്ള ആളുകൾ. ഇന്നത്തെ ദിവസം മസ്കറ്റിൽ പോകാം, അല്ലെങ്കിൽ 22-ാം തീയതി തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോഴാണ്, അർജുനനെ കാണാത്ത ഒരു വിഷമത്തിൽ തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് മുണ്ടക്കൈ മുതലുള്ള പ്രദേശങ്ങൾ ചാലിയാർ ഒഴുകിയെത്തിയതും മുണ്ടക്കൈ താഴേക്കൊഴുകിയതും തകർന്നു പോയതും ഒരു സുപ്രഭാതത്തിൽ കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതുമായ വാർത്തകളും കാഴ്ചകളും കാണാൻ ഇനി ഇടയുണ്ടാകരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു വെയിൽ കാണുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, മഴ വരണേ എന്ന് ദൈവത്തോർത്ത്. വെയിൽ കൊണ്ട് ഉണങ്ങിയാലും കുഴപ്പമില്ല, വെയിൽ കൊണ്ട് കരിഞ്ഞു പോയാലും കുഴപ്പമില്ല, ദൈവത്തെ വിളിച്ചൊരിക്കലും പ്രാർത്ഥിക്കരുത് ഒരു മഴ വരണേ എന്ന്. കേരളത്തിൽ പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നതാണ് ഇപ്പോൾ ദൈവം. അത്രമാത്രം മഴയാണ്. നിന്ന് പൊള്ളുക എന്നതല്ലാതെ വേറൊരു മാർഗം ഇല്ല. എവിടെയാണ് സുരക്ഷിതം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എവിടെയാണ് ജീവിക്കാൻ സുരക്ഷിതം? നമ്മൾ പറയും താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കാം, അവിടെ വെള്ളക്കെട്ടാണ്. പിന്നെ എന്നെപ്പോലെ പടിഞ്ഞാറൻ പ്രദേശത്ത് ജീവിക്കാം, തീരപ്രദേശമാണ്. സുനാമി, റീത്ത, കത്രീന, ചക്രവാത ചുഴി, ന്യൂനമർദ്ദം. പിന്നെ ചോദിക്കും കിഴക്കൻ നാട്ടിൽ പോയി ജീവിക്കാം. അവിടെയാണ് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ജലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത്. സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. ബാംഗ്ലൂര് അതറിയുന്നില്ല എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. നിങ്ങൾ അറിയാതിരിക്കട്ടെ. പക്ഷേ കാണുന്ന വാർത്തകളെല്ലാം നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ
അവരനുഭവിച്ച വേദന, ഇന്നലെ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയ കുറേ കുഞ്ഞുങ്ങൾ, അങ്ങനെ അവരൊക്കെ നഷ്ടപ്പെട്ടു പോയ ക്ലാസ് റൂമുകൾ, അവർക്ക് വേണ്ടി തേങ്ങുന്ന അധ്യാപകരെ, നിരവധി ആള്. അപ്പം അതൊക്കെ കേട്ടതും കണ്ടതും കൊണ്ട്, ആ സ്ഥലത്തൊക്കെ പോയതുകൊണ്ടും, ഗുഡ് മോർണിംഗ് വിടുന്ന ഒരു 10-29 കുടുംബങ്ങളുണ്ടായി. ഈ വാർത്ത എൻ്റെ വൈഫ് എന്നെ വിളിച്ച് കാണിച്ചപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് അവരെയാണ്. ഒറ്റെണ്ണം എടുക്കുന്നില്ല. എടുക്കാത്തത് കണ്ടു കഴിഞ്ഞപ്പോൾ മനോവിഷമം കൊണ്ട് പിന്നെ ഓരോരുത്തരും വിളി തുടങ്ങി. അതിലൊരു കുടുംബം മാത്രമേ കൈവിട്ടു പോയുള്ളൂ. ഒരമ്മയും മകനും പോയി. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം അവരുടെ ബന്ധുക്കളാണ് കൈവിട്ടു പോയത്. ആരും പോകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ, അവരെ ആശ്വസിപ്പിക്കാമെന്നല്ലാതെ വേറൊരു മാർഗവും. എന്തായാലും അത്തരം ദുരനുഭവങ്ങളൊക്കെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞു. എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വിമല ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ ബ്രദർ പിഷാരടിയാണ്. പിഷാരടി എൻ്റെ കൂടെ 10-20 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്. അപ്പോൾ അവർ, അളിയനും പെങ്ങളും ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ, ഉച്ചക്ക് ഇങ്ങനത്തെ ഒരു പള്ളി പരിപാടിയിൽ പങ്കെടുക്കണം, ഇന്നത്തെ ദിവസമാണ്, പുതിയൊരു ദേവാലയം വരാൻ പോകുന്നു, അതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ പള്ളിപ്പെരുന്നാളാണെന്ന് അറിയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഇവിടെ ഒരു പള്ളി വേണം. ആ ദേവാലയത്തിൻ്റെ രൂപം ഞാൻ കണ്ടു. മനസ്സിൽ ഏറ്റവും കൂടുതൽ സങ്കല്പവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, എന്തായിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു ദേവാലയം ഇവിടെ ഉയരട്ടെ. പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണ പ്രക്രിയകളെല്ലാം മാറി ഈ വലിയൊരു ആഘോഷം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ വിഭവസമൃദ്ധമായ പപ്പടം, പഴം, പായസം പോലുള്ള സമ്പത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്നും എക്കാലവും ജഗദീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് വാരിക്കോരി തരട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് അത്രേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കടന്നു വന്ന വഴികളും വേറിട്ട വഴികളും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ഞങ്ങൾ കടന്നു വന്ന വഴികൾ വളരെ, ഞങ്ങളുടെ കയ്യിൽ യന്ത്രമില്ലായിരുന്നു. യന്ത്രം എന്ന് പറയണത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചുണ്ടിലൊരു മന്ത്രം മാത്രമേ ഉണ്ടായുള്ളൂ. കയ്യിൽ യന്ത്രമില്ല. ഇപ്പോൾ യന്ത്രമുണ്ട്, ചുണ്ടിൽ നിന്ന് മന്ത്രം കുറഞ്ഞു, ജീവിക്കാനുള്ള കുതന്ത്രത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഒരു ആവേശത്തിമർപ്പിലാണ്. സംഗതിയൊക്കെ നല്ലതാണ്, മൊബൈൽ വേണം. മൊബൈൽ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് കാണുന്നു, ഇതെന്താണെന്ന് അറിയുന്നു. നിങ്ങളുടെ മകളുടെ വിവാഹം, നിങ്ങളുടെ കൂടിക്കാഴ്ച, നിങ്ങളുടെ ഹൗസ് വാമിങ്, നിങ്ങളുടെ എല്ലാ ചടങ്ങും ഞാൻ കാണുന്നു. അപ്പം അത് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഗുണവും ഉണ്ടായി, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ദോഷവും ഉണ്ടായി. യന്ത്രം എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ നിന്ന് കലണ്ടറിലേക്ക് എൻ്റെ ശ്രദ്ധ കുറഞ്ഞു. ടോർച്ചിൻ്റെ കഥ കഴിഞ്ഞു, കലണ്ടറിൻ്റെ കഥ കഴിഞ്ഞു, വാച്ചിൻ്റെ കഥ കഴിഞ്ഞു, ബ്രോക്കറുടെ കഥ കഴിഞ്ഞു, എന്ന് വേണ്ട പല ആളുകളുടെയും കഥ കഴിഞ്ഞു. എൻ്റെ മൊബൈൽ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കിട്ടി, പിൻകോഡും കൂടി അറിയാമെങ്കിൽ എൻ്റെയും കഥ കഴിഞ്ഞു. ഇതാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ. അപ്പം അതൊക്കെ നല്ലതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നു. അത്തരം കൂട്ടായ്മ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ പാടത്ത് കളിക്കാനോ, പറമ്പിൽ കളിക്കാനോ, പട്ടം പറപ്പിക്കാനോ, മൈതാനങ്ങളിലേക്ക് ഇറങ്ങാനോ, വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനോ, ഈ സ്കൂളിൽ കളിക്കാനോ, ഓടി വന്ന് വീടിനകത്ത് കയറാനേ അവൻ പഠിക്കുന്നുള്ളൂ. അവൻ ഇതെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്ര അന്യമാകുന്ന കുട്ടികളുടെ ഊർജമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പണ്ട് പാടത്ത് എന്താ പറയുക, മഴയും കൊണ്ട് നടന്നു വന്നവനാണ് കുട്ടി, പമ്പരം കറക്കുന്നവനാണ് കുട്ടി, പാടത്ത് കളിക്കുന്നവനാണ് കുട്ടി, പട്ടം പറപ്പിക്കുന്നവനാണ് കുട്ടി. അങ്ങനെ കുറേ കഥകളുണ്ട്. അതൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ഒരു ലോകത്താണ് താമസിക്കുന്നത്. പാടും പുഴകളും മോടികൂട്ടും മലരണിക്കാടും നീളെ കളകള മുഴുവൻ കാട്ടുചോലയും മാമണിമേടും വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിത്തുളിക്കും കടലും കായലും നീലമലയും നീല പീലി വിടർത്തി നിന്ന് ആടും കൊച്ചു കേരളം മരതകത്തോപ്പും. എൻ്റെ കൊച്ചു കേരളത്തിന് എന്തൊരു ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ കുഞ്ഞുമക്കളോട് നമുക്ക് പറയാനുള്ളത്, കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം, കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം. തോടില്ല തൊടിയില്ല തോപ്പുമില്ല, നീ ആമ്പലും തുമ്പയും കണ്ടതില്ല. തോടില്ല തൊടിയില്ല തോപ്പുമില്ല, നീ ആമ്പലും തുമ്പയും കണ്ടതില്ല. കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം, കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം. എള്ളില്ല നെല്ലില്ല മുതിരയില്ല, ഇന്ന് പാടത്ത് പച്ചപ്പ് പോലുമില്ല. എള്ളില്ല നെല്ലില്ല മുതിരയില്ല, ഇന്ന് പാടത്ത് പച്ചപ്പ് പോലുമില്ല. ആടില്ല മാടില്ല കോഴിയില്ല, ഇന്ന് കേറി കൂട്ടിരിക്കാൻ ഇവറ്റകൾ വീട്ടിലില്ല. ആടില്ല മാടില്ല കോഴിയില്ല, കൂട്ടിരിക്കാൻ ഇവറ്റകൾ വീട്ടിലില്ല. കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം, കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം. മഴയൊട്ടുമേ നീ നനയണില്ല, നീ മണ്ണിന്റെ മണം ഇന്നറിയണില്ല. മഴയൊട്ടുമേ നീ നനയണില്ല, നീ മണ്ണിന്റെ മണം ഇന്നറിയണില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ഉണ്ടായിരുന്നവരാണ് നമ്മൾ.
അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മുഹദ് വെമ്പായം എന്ന മുസ്ലിം സഹോദരൻ തൻ്റെ തൂലികയിലൂടെ എഴുതിയ മനോഹരമായ എൻ്റെ വരികൾ എൻ്റെ നാടിൻ്റെ ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ നാടിൻ്റെ ഇന്നലകളെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നിവിടെ വരാൻ സാധ്യത എൻ്റെ മലയാള നാട്ടിൽ നിന്നും നിങ്ങളിവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ്. മലയാളത്തിൽ നിന്നൊരു കലാകാരൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തിയത്. നിങ്ങളിവിടെ സന്തോഷമായി സുഖമായി എല്ലാവരും ആമോദത്തോടെ ഒരു കുടുംബത്തിൻ്റെ കുടക്കീഴിൽ കഴിയുന്നത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. എൻ്റെ നാട്ടിനേക്കാളും മനോഹരമായി സമാധാനത്തോടെയാണ് നിങ്ങൾ ഇവിടെ കഴിയുന്നത്. നിങ്ങളുടെ കൂട്ടായ്മ അതിലേറെ സന്തോഷം. അതുകൊണ്ട് കളകള മുഴുവൻ അരുവികളും കുളങ്ങളും പാടശേഖരങ്ങളും വയലോലകളും നാളിയോലകളും മൊട്ടക്കുന്നുകളും ഇടനാടികളും ഇടവഴികളുമുള്ള സമ്പൽ സമൃദ്ധമാണ്, വിഭവ സമൃദ്ധമാണ് എൻ്റെ നാട്. പരശുരാമൻ മഴുവറിഞ്ഞൊപ്പിച്ച വീട് ദേശാടന കിളികളെ പോലെ പറന്നു നടക്കുന്ന നമുക്ക് ദൈവം തീർത്ത സ്വപ്നക്കൂട്. ആ സ്വപ്നക്കൂടിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. ഇനി കടന്നു വരാൻ കഴിയില്ലാത്ത നഷ്ടപ്പെട്ടു പോയ ഇന്നലകളിലെ എൻ്റെ മലയാള നാടിനെ കുറിച്ച്. അതിങ്ങനെയാണ്. എൻ്റെ കയ്യിൽ താളമില്ല, നിങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന താളമായിരിക്കാം എനിക്കതിന് ഊർജം പകരുന്നത്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടത്തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടിവിടത്തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അടുത്ത വരിയാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായ വരി, എൻ്റെ മനസ്സിൽ തട്ടിയ വരി. പണ്ടിവിടെ മതിലില്ലാർന്നേ. എന്നാലോചിച്ച് നോക്കിയേ, മതിലുകളില്ല, അതിരുകളില്ല. എൻ്റെ മക്കളെ അടുത്ത വീട്ടിലേക്ക് ആക്കിയിട്ട് പോകാൻ കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, മക്കളെ സ്നേഹിക്കുന്ന അയൽവക്കക്കാരും ഉണ്ടായിരുന്നു. കൂട്ടില്ല, താക്കോലില്ല, പുറത്ത് നായയില്ല, അകത്ത് ആയയില്ല. അങ്ങനെ ഇല്ലാതിരുന്നൊരു മനോഹരമായ കാലം. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. എത്ര നല്ല മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയെന്നൊന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് ചോദിക്കും, കുറേ നേരത്തെ ജനിക്കേണ്ടതായിരുന്നു. അവർ ജനിച്ചത് കൊണ്ടാണ്, അവർ കൂടുതൽ കാലം സൂര്യചന്ദ്രന്മാരെ ദർശിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ കഴിയാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ഓണവും കഴിഞ്ഞുപോയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഞാൻ ജനിച്ച മാസമല്ല, ഡിസംബർ അല്ല. കുട്ടികൾക്ക് ഇഷ്ടമുള്ള മാസം അവർക്കറിയാം, ഏപ്രിൽ മെയ്യ അവധിയുള്ള മാസമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനമ്മമാരല്ല, കേരളത്തിൽ കലക്ടറാ. ചെറിയൊരു മഴ വന്നാൽ അപ്പം അവധി കൊടുക്കും. പക്ഷേ ഞാൻ പറയണത് ആരാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ, ദൈവത്തെ കണ്ടവരുണ്ടോയെന്ന് ഞാൻ സ്കൂളിൽ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി തവണ കണ്ടു, എനിക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അടുത്തിരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ, ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ദൈവം. അപ്പം അതുകൊണ്ട് മാതാപിതാ ഗുരുദൈവം, ആദ്യം എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അച്ഛൻ. അച്ഛനെ കാണിച്ചു തന്നത് കൊണ്ടാണ് അമ്മയെ എനിക്ക് ഏറെ ഇഷ്ടം കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ ഗുരു, അത് പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ചാലും കരാട്ട അടിക്കാൻ പഠിപ്പിച്ചാലും, പിന്നെ
ഇവരെല്ലാവരും ചേർന്ന ദൈവം. പക്ഷെ മാതാപിതാ ഗുരുദൈവം മാറി, പുതിയ തലമുറകൾ തിരുത്തി മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന് ആക്കി. എന്ത് ചെയ്യാം? മാതാപിതാ ഗൂഗിൾ ദൈവമായിട്ട് മാറുമ്പോഴും നമ്മുടെ മനസ്സിൽ ആവില്ല നിർവചിക്കാൻ 1000 വാക്കുകൾക്കും അമ്മയെ, ആവില്ല നിർവചിക്കാൻ 1000 ആളുകൾക്കും അമ്മയെ. നിർവചനമില്ലാത്ത വചനമാണമ്മ, പര്യായമില്ലാത്ത പദമാണമ്മ, എൻ്റെ ഇടനെഞ്ചിൽ തുടിക്കുന്ന താളമാണമ്മ, എഴുതിയാൽ തീരാത്ത കവിതയാണമ്മ. കിഴക്ക് സൂര്യൻ ഉദിക്കും മുമ്പ് ഉദിച്ചുയരുന്നൊരു വലിയ നക്ഷത്രമാണ് വീട്ടിൽ എൻ്റെ അമ്മ. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് വൃദ്ധസദനങ്ങൾ പണിയുന്ന മക്കളോട് ഇപ്പോഴേ ഞാൻ പറയുന്നു, അമ്മയോട് വഴക്കിട്ടിട്ടൊരിക്കലും നിങ്ങൾ പോകരുത്. അമ്മയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാൻ നല്ല വാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് ഉള്ളതാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചീത്ത വാക്കുകൾ വരികയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അമ്മക്കല്ല, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരോടെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ പൈസയും നിങ്ങൾക്ക് നാളെ കിട്ടും. മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും നല്ല എമൗണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരാ കാര്യം മറന്നുപോട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗതയിൽ സംസാരിക്കുന്നതാണ്. പള്ളിയിൽ വന്നതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ മകാരം, എൻ്റെ ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കായി സമർപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. വിളിച്ച എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ലിൻഡയുടെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ ബോറടി ഞാൻ അറിയാതെ പോയത്. എനിക്ക് ഏറ്റവും നല്ല സൗകര്യം ഒരുക്കി തന്ന, ശാന്തമായ അന്തരീക്ഷം ഒരുക്കി തന്ന, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഭക്ഷണവും ഒക്കെ ഒരുക്കി തന്ന് എന്നെ യാതൊരുവിധ കുഴപ്പവുമില്ലാതെ എന്നെ വെറുതെ വിട്ട റിജു അച്ഛനും എനിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്, എൻ്റെ പ്രിയ സുഹൃത്ത് ലിൻഡ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലിൻഡയുടെ ഹസ്ബൻഡ് എൻ്റെ ബോറടി മാറ്റിയതിന്, കണ്ട കാഴ്ചകളെല്ലാം കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണാനുള്ള അവസരമുണ്ടാക്കിയതിലും, ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ, ഇനി ഞാനല്ല അടുത്ത കലാകാരന്മാർ വരുമ്പോൾ ഇതിനേക്കാൾ മേമ്പൊടിയായിരിക്കും നിങ്ങളുടെ പ്രകടനമെന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും, നാടകമായാലും ബാൻഡായാലും ഞങ്ങളുടെ ശബ്ദങ്ങളും ഞങ്ങൾ കളിച്ച കളികളൊക്കെയാണ് അതിനകത്ത് കളിച്ചതെങ്കിലും നിങ്ങളത് ഗംഭീരമായിട്ട്, ഇടയ്ക്ക് ചില ലിപ്പൊക്കെ പോയെങ്കിലും ഞാനിരുന്ന് ഞെട്ടുന്നുണ്ട്, എനിക്ക് ചിരിയും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കൊണ്ടാകാവുന്നത് നിങ്ങൾ ചെയ്തു. ഇനി സൈലന്റ്, പെട്ടെന്ന് എൻ്റെ ബസ് എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഇനിയും വരട്ടെ ഓണം. ഇനിയും നമുക്ക് ഓണമെന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിനും അപ്പുറത്താണ്. എല്ലാ മതവിഭാഗവും ഒരുമിച്ച് ആഘോഷിക്കുന്ന, സ്നേഹത്തോടെ ആഘോഷിക്കുന്ന, വിരോചനന്റെയും ദേവാംബയുടെയും മകനായ ബലി എന്ന വലിയ പുരുഷൻ, മഹാബലി എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ത്യാഗം ചെയ്തവനെന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. എന്തായിരുന്നു ത്യാഗം? 3 അടി ചോദിച്ചതാണ്. അത് ആരോടാണ് ചോദിച്ചതെന്ന് പോലും ഓർമ്മയില്ല. മഹാബലിയോട് വന്ന് ചോദിച്ചപ്പോൾ മഹാബലി എന്താ ചെയ്തത്? കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കീഴിൽ ആകാശം മുട്ടെ വളർന്ന് തൻ്റെ കാൽപാദം അളവുകോലാക്കി മാറ്റി ആദ്യത്തെ 2 അടിക്ക് തന്നെ ആകാശവും ഭൂമിയും സ്വർഗവും അളന്നെടുത്ത് 3-ാമത്തെ അടിക്ക് മാവേലിക്ക് പണി കൊടുത്തു മാറിയ വാമനനെയാണ് ഞാൻ സ്തുതിക്കുന്നത്. ആ വാമനൻ തൻ്റെ പാദം പതിഞ്ഞതോടുകൂടി മാവേലിയിൽ ഉണ്ടായിരുന്ന അഹങ്കാരമില്ലാതാകുകയും തനിക്കിഷ്ടപ്പെട്ട ഈ മാസം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് ഒരു സങ്കല്പം. എന്തുമായിക്കൊള്ളട്ടെ, ആ സങ്കല്പത്തിലൂടെ കടന്നു വരുമ്പോൾ പൂക്കളമിട്ടുകൊണ്ട് പൊന്നോണക്കുടയും ചൂടി വരുന്ന മഹാബലി എതിരേക്കാൻ രാജകീയ സ്വീകരണത്തോടുകൂടി ഞാനിന്ന് സ്കൂളിൽ വന്നപ്പോൾ, സ്കൂളങ്കണത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ മനോഹരമായ ഒരു പൂക്കളം കണ്ടു. പൂക്കളം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു വലിയ അടയാളമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗതയിൽ സംസാരിച്ചതാണ്. പക്ഷെ പള്ളിയിൽ വന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. എനിക്ക് ശ്വാസം മുട്ടുമ്പോൾ കൈയടിക്കുക, ഇല്ലെങ്കിൽ എയർബസിന് വന്ന എൻ്റെ പണിക്കുറ്റം ഇന്നത്തോണ്ട് കഴിയും. അതില്ലാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി തുടങ്ങാം. റെഡിയാ? എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ തിരുനാള്, അതുപോലെ തന്നെ അവർ ലേഡീസ്, എൻ്റെ വീടിനടുത്ത് വാദിക്കെ തന്നെ ഒരു സ്കൂളുണ്ട്, അവർ ലേഡീസ് ഹോസ്പിറ്റൽ ഉണ്ട്, അവർ ലേഡീസ് സ്കൂളുണ്ട്. ഇത് തന്നെ ആ വാക്ക് എനിക്ക് ഏറ്റവും സുപരിചിതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പെരുന്നാള് അടുത്ത വർഷം പെട്ടെന്ന് പള്ളിപ്പണിയൊക്കെ തീർന്ന് വലിയ, എൻ്റെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെ, തൃശ്ശൂരിലൊക്കെ നടക്കുന്നത് പോലെ, ചാലക്കുടിയിൽ നടക്കുന്നത് പോലെ വലിയ ഗംഭീരമായ പെരുന്നാൾ ആഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ
നിങ്ങൾ അത് നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം എല്ലാവർക്കും നന്മകൾ നിറഞ്ഞുകൊണ്ട് വിളിച്ചതിനെ കേട്ടതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മായ എന്ന അക്ഷരത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മലയാളികളോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് അമ്മ, ഉമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അങ്ങനെ മൊത്തത്തിലിടുമ. ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങളെല്ലാം തന്നെ മായാണ്. മാറ്, മുതുക്, മസ്തിഷ്കം, മുടിക്ക്, മുക്ക്, മനസ്സ് എല്ലാം തന്നെ മായുടെ. മായുടെ മഹാത്മ്യത്തെക്കുറിച്ച് മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് മണ്ണിലെ മൂലികങ്ങളെ മങ്ങടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം. മരമില്ലെന്നായ പിന്നെ മഴയില്ലാതായി മാറും. മഴയില്ലെന്നായ പിന്നെ മണ്ണിയുടെ മോശം. മരങ്ങളെ മുറിക്കുന്ന മരക്കുളക്കാരെ കണ്ടാൽ മാനുഷാത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തണം. മരങ്ങളിൽ ആളിക്ക വേണം. മരങ്ങളെ വളർത്തിയണം. മരമഹോത്സവത്തെ നാം മറക്ക വേണം, നല്ല മാനിക്ക വേണം. മരമുട്ടിയിലിരുന്ന് മനനം ചെയ്തപ്പോഴേ മനുഷ്യനാം സിദ്ധാർത്ഥനും മഹാത്മാവായിട്ട് മാറിയത്. അപ്പോൾ മണ്ണും മഴയും മനുഷ്യനും മഹാത്മാക്കളുമുള്ള മാബന്ധം നോക്കൂ. MAN മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നു. അതേപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു. MA LA YA LA മലയാളം. ഇതേപോലെ എത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായിലും മുഖാമുഖം മുട്ടുന്നത്. മാൻ, മങ്കി, മജീഷ്യൻ, മിനിസ്റ്റർ, മാങ്കോ, മെലൻ, മാരേജ്, മന്തു. ഇതിൻ്റെയൊക്കെ മലയാളം നോക്കും. മാൻ, മനുഷ്യ, മജീഷ്യ, മാന്ത്രിക, മാങ്കോ, മാങ്ങ, മെലൻ, മത്തങ്കം, അഞ്ച് മനസ്സ്, മന്തു, മാസം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായ എന്ന അക്ഷരമാണ്. ഈ മലയാള സിനിമയെക്കുറിച്ച് പറയാം. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായും മധ്യവയസ്കനായും മാതൃകാ പുരുഷനായും മദ്യപാനിയായും മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞളിൽ വിരിഞ്ഞ മലയാളിയുടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൂന്നുമായുള്ള മമ്മൂട്ടിയും ഒരുമായുള്ള മോഹൻലാലുമാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നവരുടെ മെഗാതാരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകരക്കാരി മറുനാട്ടിൽ നിന്ന് മലയാള നാട്ടിലെത്തിയ മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുപാൽ, മധു, മോഹിനി, മാധുമന, മധുവര, മാധുരി, മന്ദമി, മന്ദാഗിരി, മണിരുന്ന മനുഷ്യ കുരള, മാധവ, ഉൽക്കരണ, മനോജ്, മഞ്ജു, വാര്യർ, മേനക, മാനസര, മണിമ്പുള, രാജു, മീനാമിനി, മിമ്മിരി, മാള, മാമുക്കയ, മോഹൻലാൽ, മഹേഷ്, മാളൂട്ടി, മാമട്ടി, മമ്മൂട്ടി മുതൽ മച്ചാൻ പറീസ് വരെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് മൂന്ന് മതങ്ങളെക്കുറിച്ച് പറയാം. മൂന്ന് മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിക സ്ഥാപിച്ച് മാമോദീസു മുഖ്യ മതക്കാരാണ്. മിശികായ്ക്കാണ് ഏറ്റവും കൂടുതൽ മാമം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റനേകം മഹന്മാരുണ്ടെങ്കിലും മിശികായ്ക്കുള്ള മാബന്ധം മറ്റാരേക്കാളും മറികടക്കും മട്ടിൽ മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. മഹിളാമണികളിൽ മാണിക്യമുത്തായ മറിയത്തിൻ്റെയും മരിയാശ്ശേരി ഔസേപ്പിൻ്റെയും മകനായി മാട്ടിൻതൊഴുത്തിൽ മനുഷ്യാവതാരം എടുക്കുമെന്നുള്ള മംഗളവാർത്ത മാലാക മറിയത്തോട് മുടിയുന്ന മഹനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായുടെ മറിമായം ആരംഭിക്കുകയായി. മഹാന്മാരായ 3 രാജാക്കന്മാർ മഹാത്ഭുതങ്ങളായ 3 മുതലുകളുമായി മാട്ടിൻതൊഴുത്തിലെത്തുന്നു. മാട്ടിൻതൊഴുത്തിലെത്തുമ്പോൾ മാടുകൾക്കിടയിൽ മടുമലർ മാതിരി മന്ദസിലിക്കുന്ന മനുഷ്യത്തനുപിൽ മുട്ടുമടക്കി മൂർധാവിൽ മുത്തമണച്ചുകൊണ്ട് മനസമാധാനത്തോടെ മടങ്ങുമ്പോഴും മാനത്തങ്ങോ മുൻപരിക്കൽ പ്രത്യക്ഷപ്പെട്ട മഹാനക്ഷത്രം മായാതെ മറയാതെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരുന്ന വിഷയമത്തി പറയുന്നത്. മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് മറിമായം പോലെ മാഞ്ഞുപോയ മനുഷ്യരെ 3-ാം നാളാണ് മറിയ മുഖാമുഖം മുട്ടുന്നത്. മല്ലന്മാരായ മഹാപണ്ഡിതന്മാരായ മഹാന്മാരെ മുട്ടുകുതിച്ച് മാറോടണച്ച് മുന്നോട്ട് നിൽക്കുന്ന അവസരത്തിലായിരുന്നു മറിയവും മാതാവും മുന്നിലെത്തി മകനെ മാറോടണച്ച് മടക്കി കൊണ്ടുപോകുന്നത്. ഇനി ഇങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കും, എൻ്റെ പണിക്കുറ്റം തീരുകയും ചെയ്യും. അപ്പോൾ അതൊത്തിരി പറയേണ്ടി വരും, കുറേ നേരം പറയേണ്ടി വരും. എന്നാലും ഇത് ഇന്നത്തെ കൂട്ടായ്മയ്ക്ക്, ഒരുമയുടെ നന്മയുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും വിളിച്ചതിന് ഇങ്ങനെ എൻ്റെ നാട്ടിൽ, എൻ്റെ കേരള നാട്ടിൽ ജനിച്ചു വളർന്ന് വിവിധ ജില്ലകളിൽ താമസിക്കുന്ന പല കുടുംബങ്ങളെയും കാണാൻ കഴിഞ്ഞു. അങ്ങനെ കാണാൻ കഴിഞ്ഞതും വളരെ സന്തോഷം. ഇനിയും ആ കൂട്ടായ്മയ്ക്ക് ഭംഗി ഉണ്ടാവട്ടെ, ശക്തി ഉണ്ടാവട്ടെ. അതിൻ്റെ ഐക്യവും സ്നേഹവും മമതയും നിങ്ങൾക്ക് പുലർത്താൻ കഴിയട്ടെ. ഒരുമയോടെ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ മുന്നോട്ട് പോകുന്നതും കാണാൻ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും കാണാൻ, ഇനിയും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹപൂർവ്വം ആശംസകളോടെ എല്ലാ നല്ല വാക്കോടും കൂടി സ്നേഹത്തോടെ ഞാൻ നിർത്തുന്നു. സാജൻ പള്ളുരുത്തി, നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാജൻ ചേട്ടാ. ഇത്രയും കഴിവുള്ള ഒരാൾ ഞങ്ങളുടെ കൂട്ടായ്മയിലെ കുഞ്ഞി കഴിവുകളുടെ ഇടയിൽ ഇത്രയും നേരം സമയം ചെലവഴിച്ചല്ലോ. അതിനായി ഞാൻ ഫാദർ റിജുവിനെയും റോബിൻ അച്ഛനെയും ഞങ്ങളുടെ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് സാജൻ ചേട്ടനെ ഓണർ ചെയ്യാൻ വിളിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഷാജി സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് സാർ വന്നിരിക്കുകയാണ്. സാറിന് സമയമുണ്ട്, ബസ്സിന് പോകാൻ സമയമുണ്ട്, കുഴപ്പമില്ല. പക്ഷെങ്കിൽ പോലും കുറച്ച് സമയം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് സാറിൻ്റെ കല നമുക്ക് പരിചയപ്പെടുത്തിയതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.